ഹായ് ആൾ, വെൽക്കം ടു കോമ്പസ് അക്കാഡമി. ടോബി ശരത് തോംസൺ ഹിയർ. ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ മുന്നിൽ വളരെ സന്തോഷത്തോടെയുള്ളൊരു കാര്യം പറയാനാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഞങ്ങൾ 11 വർഷമായി ഈ ഫീൽഡിലേക്ക് വന്നിട്ട് 11 വർഷത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന, ഇല്ലെങ്കിൽ സ്റ്റുഡൻസിനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് കീഴിൽ നിന്ന് വന്നിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു. എന്താണ് ആ പ്രശ്നം? ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ എക്സാം, ഒരു കലണ്ടറിൽ ആദ്യത്തെ എക്സാം RRB ആണ്. RRB കേരള ഗ്രാമീൺ ബാങ്കിലേക്കുള്ള ഒഴിവുകളിലേക്കുള്ള വിളിക്കും. അതിൻ്റെ റിസൾട്ട് വരുന്നത് ജനുവരി 1 ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് സാധാരണ നടക്കുന്നത്. അത് കഴിയുമ്പോൾ IBPS സെപ്റ്റംബർ ഒക്ടോബർ നവംബറിലേക്ക് നടക്കും. IPS POയും ക്ലർക്ക് കഴിയുമ്പോൾ, എന്നാൽ അതിൻ്റെ റിസൾട്ട് വരുന്നത് ഏപ്രിൽ 1 SBI യാതൊരുവിധമായ അടുക്കും ചിട്ടയില്ലാത്തൊരു ബാങ്കാണ്. പേരിൽ മാത്രം അങ്ങനെ പറയുന്നു എന്നല്ലാതെ അവർക്ക് ഏത് നിമിഷവും പരീക്ഷ നടത്താം. അങ്ങനെ ഒരു കലണ്ടറെ അവർ പ്രഖ്യാപിക്കില്ല. എന്നാൽ IPS എല്ലാ പരീക്ഷകളും IPS ആണ് നടത്തുന്നതെങ്കിൽ പോലും SBI വേറെയാണ് എക്സാം നടത്തുന്നത്. എന്നാൽ അവരൊരു കലണ്ടർ പ്രസിദ്ധീകരിക്കാറില്ല. ആ കലണ്ടറില്ലാതെ അവർ തോന്നുന്ന സമയത്ത് പ്രസിദ്ധീകരിക്കും. ഇതുമൂലം കുട്ടികൾ അനുഭവിക്കുന്ന ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുമൂലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തം, ഒരു കുട്ടിക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് RRB PO എന്നുള്ള റിസൾട്ടോ RRB ക്ലർക്കോ കിട്ടിയിരിക്കുന്നെങ്കിൽ ദേ ആർ ഫോഴ്സ്ഡ് ടു ജോയിൻ RRB. താരതമ്യേന എല്ലാവരും ലെസ് ചാൻസാണ് RRBക്ക് കൊടുക്കുന്നത് ജോയിൻ ചെയ്യാൻ. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം SBI ജോയിൻ ചെയ്യാനാണ്. അത് കഴിഞ്ഞ് IPS വിളിക്കുന്ന പബ്ലിക് സെക്ടർ ബാങ്കിലേക്കുള്ള RRB ഏറ്റവും ലാസ്റ്റ് ചാൻസാണ് കൊടുക്കുന്നത്. എന്നാൽ ആദ്യ റിസൾട്ട് വരുന്നത് RRBക്കാണ്. ഇതുമൂലം എന്ത് സംഭവിക്കുന്നു? RRBയുടെ റിസൾട്ട് വന്നു കഴിയുന്നതന്നെ IPSൻ്റെ വരുന്നു. അപ്പോൾ RRB എന്ന് എല്ലാവരും കൂടെ കൂട്ടത്തോടെ IPSലേക്ക് മാറുന്നു. SBI ഒരു ലക്ഷ്യമില്ലാതെ വീണ്ടും പരീക്ഷ നടത്തുന്നു. ഇത് കഴിയുന്ന മുറയ്ക്ക് IPSന് കഴിയുന്ന SBIയുടെ വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? IPS ജോയിൻ ചെയ്ത ആൾക്കാർ SBIയിലേക്ക് കൂടുമാറുന്നു. ഇതുമൂലം ബാങ്കുകൾക്ക് കനത്ത നഷ്ടമാണ് വരുന്നത്. കാരണം ഇവരെ ട്രെയിൻ ചെയ്യിക്കണം, കാര്യങ്ങൾ ചെയ്യണം. സോ അട്രീഷൻ റേറ്റ്സ് ആർ ഹൈ. ഞങ്ങൾക്കിവിടെ നടന്ന ഒരു സംഭവം, 2 വർഷം മുമ്പ് നടന്ന സംഭവം ഞങ്ങൾക്കെല്ലാവർക്കും വളരെ വിഷമം തോന്നിയതും ആ കുട്ടികൾക്കും വിഷമം തോന്നിയതും ആ കുട്ടികളും ഞങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് വിള്ളൽ വന്നതുമായൊരു സംഭവം ഉണ്ടായി. RRB കഴിഞ്ഞ വർഷത്തിന് മുമ്പുള്ള RRB 2023 RRB POയുടെ റിസൾട്ട് വന്നു. ജോയിൻ ചെയ്യുന്ന ഡേറ്റായി. നമുക്കിവിടെ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. കേരളത്തിലെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഒക്കെ നമുക്കായിരുന്നു. ഏകദേശം 18 പേർക്ക് RRB PO കിട്ടിയ സമയം ഫസ്റ്റിലെ വന്ന RRB ആണ്. അതങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയം അവർക്ക് ജോയിൻ ചെയ്യുന്ന ഡേറ്റിൽ തന്നെ SBI PO മെയിൻസ് പാസ്സായിട്ട് സൈക്കോമെട്രിക് ടെസ്റ്റ് വെച്ച് SBI യാതൊരു വിധമായ അറേഞ്ച്മെൻറ്റും ഇല്ലാതെ അവർക്ക് ജോയിൻ ചെയ്യേണ്ട ഡേറ്റിൽ പ്രിലിമിനറിയുടെ സൈക്കോമെട്രിക് ടെസ്റ്റ്, പ്രിലിമിനറി അല്ല, മെയിൻസ് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് മുമ്പുള്ള സൈക്കോമെട്രിക് ടെസ്റ്റ് പാസ്സാകാതെ അപ്പിയർ ചെയ്യാതെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും പറ്റില്ല. കുട്ടികൾ ആകെ ധർമ്മസങ്കടത്തിൽ. ഞങ്ങൾക്ക് RRB PO കിട്ടിയ 18 പേരിൽ 10 പേർ SBI PO കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെയും ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷകളുണ്ടായിരുന്നവർ, ഇൻക്ലൂഡിങ് കേരളത്തിലെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ RRB POക്കാർ വരെ, സെക്കൻഡ് റാങ്ക് കിട്ടിയവരും ഉണ്ടായിരുന്നു. എന്നാൽ ഈ കുട്ടികളുടെ നിസ്സഹായാവസ്ഥ, അവർക്ക് അന്ന് SBI POയുടെ പ്രിലിംസ് സൈക്കോമെട്രിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയി. അവർക്ക് RRB POയിൽ ജോയിൻ ചെയ്യാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ളതായി. RRBയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യ റിസൾട്ട് വന്ന അതാണ്. ഇവിടെ തെറ്റ് SBIയുടെയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഞങ്ങളുടെ ഉറപ്പായ 8 or 9 SBI PO ഞങ്ങൾക്ക് നഷ്ടമായി. ആ കുട്ടികൾക്ക് നല്ലൊരു കരിയർ നഷ്ടമായി. ഇന്നും അവർ വളരെ വിഷമിച്ച RRB POയുടെ സീറ്റിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നു. കിട്ടിയ ജോലിയല്ലേ, കളയാൻ പറ്റില്ല. പക്ഷേ ഇതാണ് SBI നടത്തുന്ന അനാസ്ഥകളുടെ ഒരിത്. സോ മൊത്തത്തിൽ ഇവിടെ മൊത്തം ഇളകി കിടക്കുന്ന ഒരിതാണ്. ആർക്കും എപ്പോൾ പരീക്ഷ നടത്തണമെന്ന കാര്യങ്ങളോ ഒന്നും ഒരു വിചാരമില്ല. ഞങ്ങൾക്ക് തന്നെ പലപ്പോഴും തോന്നാറുണ്ട്, ഇങ്ങനെ എല്ലാവർക്കും കൂടുമാറി SBIയിലേക്കാണ് പോകുന്നെങ്കിൽ എന്തിന് SBI അവസാനം കൊണ്ട് ഈ പരീക്ഷ നടത്തുന്നു? എന്നാൽ കഴിഞ്ഞ ഡിസംബർ 11 ഇന്ത്യൻ ഗവൺമെൻറ് അതിനൊരു അന്ത്യം കുറിച്ചിരിക്കുന്നു. ഈ SBIയുടെ ഈ പോക്കിനൊരു അന്ത്യം കുറിച്ചിരിക്കുന്നു. ആ സന്തോഷ വർത്തമാനം പറയാനായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഒരു അടുക്കും ചിട്ടയിലേക്ക് ഈ വർഷം തൊട്ട് നമുക്ക് വരും. കുട്ടികൾക്ക് അട്രീഷൻ റേറ്റ് കുറയും. അവർക്കൊരു ഫോക്കസോട് വർക്ക് ചെയ്യാൻ പറ്റും. അവരുടെ അംബീഷ്യസ് ആയിട്ടുള്ള സ്വപ്നം അവർക്ക് നേടിയെടുക്കാൻ പറ്റും. നമുക്ക് പോകാം.
ഐതിഹാസികമായ ആ ഒരു പ്രധാന ഗവൺമെൻറ്റിൻ്റെ അറിയിപ്പിലേക്ക്. അപ്പോൾ ഇതാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ ഉള്ളത്. അതിൻ്റെ പൂർണ്ണരൂപം വിത്ത് സൈറ്റിൽ നിന്ന് തന്നെയുള്ള ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കത് നോക്കി ഇത് ചെയ്യാവുന്നതുള്ളൂ. ഇതിനകത്തുനിന്ന് മെയിൻ പാർട്ട് എന്താണെന്നുള്ളതാണ്, അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, റിവേഴ്സ് ഫ്രെയിംവർക്കാണ്, കുട്ടികളുടെ ആ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇതിലേക്കാണ് അത് പോകുന്നത്. നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഇതിനകത്തെ ആദ്യത്തെ കാര്യം? ഞാൻ വരച്ചിട്ടേക്കുന്ന പോലെ ദിസ് നോവൽ അപ്രോച്ച് വിൽ എൻഹാൻസ് പ്രഡിക്റ്റബിലിറ്റി, ഇംപ്രൂവ് റിക്രൂട്ട്മെൻറ്റ് സ്റ്റെബിലിറ്റി, റെഡ്യൂസ് ഇൻഡസ്ട്രി. ഇവരുടെ ഇൻഡസ്ട്രി അട്രീഷൻ അത് തന്നെയാണ് ഏറ്റവും ഇത്. പിന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല വർക്കിന്. കുറച്ച് നാൾ ഒരാൾ വർക്ക് ചെയ്യും, അയാൾ മാറും, എന്നിട്ട് പുതിയ ഒരാളുകൾ വരും. അങ്ങനെ പുതിയ പുതിയ ആളുകൾ വന്നാൽ അത് ആ ബാങ്കിന് തന്നെ നഷ്ടം. ദെൻ എന്താണ് ദിസ് ഇൻക്ലൂഡ്സ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നാഷണലൈസ്ഡ് ബാങ്ക് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. അഡീഷണലി ദീസ് ഇനിഷ്യേറ്റീവ്സ് സീക്ക് ടു എൻഹാൻസ് ട്രാൻസ്പെറൻസി. സോ 3 കാര്യങ്ങളാണ് ഇവിടെ ഇതിലേക്ക് വരുന്നത്. സാധാരണ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഒരു കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് RRB ആണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ മാസങ്ങളിലാണ് RRB നടക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് വരുന്ന അതിൻ്റെ റിസൾട്ട് വരുന്നത് ജനുവരി 1-ന്. അത് കഴിഞ്ഞ് വരുന്നത് IPS ഒക്ടോബർ, നവംബർ, സെപ്റ്റംബർ തൊട്ട് തുടങ്ങുന്നത് ഡിസംബർ, ജനുവരി കൊണ്ട് അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞ് ഏപ്രിൽ 1-നാണ് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് SBI ഇതിന് മുമ്പോ ഒക്കെ വരാം. അപ്പോൾ യൂഷ്വലി IPS കഴിഞ്ഞ് SBI വരുന്നു. SBI ഇപ്രാവശ്യം അത് നേരത്തെ വന്നു. അതായത് പറഞ്ഞത് ഒരു പ്രെഡിക്റ്റബിൾ നേച്ചർ അല്ല, എന്നാൽ ഇനിയും തൊട്ട് മാറുകയാണ്. അതാണ് അതിൻ്റെ ആദ്യത്തെ റിസൾട്ട്. ഇവിടെ എന്താണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സാധാരണ ഇങ്ങനെയാണ് എക്സാമുകൾ വരുന്നത്. ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യമാണ് ആ വരച്ചിട്ടിരിക്കുന്നത്. എക്സാമിനേഷൻ ആദ്യം വരുന്നത് RRB, ദെൻ NBs നാഷണലൈസ്ഡ് ബാങ്ക് ആൻഡ് SBI. ദെൻ റിസൾട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ അനൗൺസ് ചെയ്യുന്നത്. ഇതിൻ്റെ കാരണം, ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? RRBയിൽ ജോയിൻ ചെയ്ത ഒരാൾ അടുത്ത IPSൻ്റെ റിസൾട്ട് വരുമ്പോൾ അയാൾക്കതുണ്ടെങ്കിൽ അയാൾ അതിലേക്ക് മാറുന്നു. കാരണം എന്തുകൊണ്ട് RRBയേക്കാൾ നല്ലത് IPS ആണ്. IPSൻ്റെ റിസൾട്ട് വന്ന് തൊട്ട് പുറകെ SBIPയുടെ റിസൾട്ട് വരുമ്പോൾ IPS കിട്ടിയ ഒരാൾ SBIയിലേക്ക് മാറുന്നു. ഇതുമൂലം എന്ത് സംഭവിക്കുന്നു? ദിസ് മൈഗ്രേഷൻ ഹാസ് റിസൾട്ട് ഇൻ സിഗ്നിഫിക്കൻറ്റ് അട്രീഷൻ വിത്തിൻ ദ ബാങ്ക്സ് ആസ് പോസ്റ്റ് ഓപ്പറേഷണൽ ചലഞ്ചസ്. RBയിലൊന്നും വർക്ക് ചെയ്യാൻ RRBയിൽ വർക്ക് ചെയ്യാൻ ആളില്ലാതെ വരുന്നു. IPSൽ നിന്ന ആളുകളെ ഇത്ര പേരെ എടുത്തു, അവർ കൂട്ടത്തോടെ SBIയിലേക്ക് പോകുമ്പോൾ അത്രയും വേക്കൻസിയും പിന്നെ വരികയാണ്. പക്ഷേ ആ ഒരു വർഷത്തേക്ക് അവർക്കത് വിളിക്കാനും പറ്റാതെ വരുന്നു. റിസർവ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അതിലേക്ക്. ഇതിൽ DFS ഇതെല്ലാം കൺസിഡർ ചെയ്ത് കുറേ കാലമായി ഞങ്ങൾ വിചാരിക്കുന്നു ഈ ആളുകൾക്കൊന്നും ഇതൊരു ബോധമില്ലേ, ഇത്രയും ബാങ്കുകാർക്കൊരു ബോധമില്ലേ, ഇവർ തമ്മിലൊരു ഏകീകൃത ഇതില്ലാതെ ഇവർ തമ്മിൽ RRB ആദ്യം വരുന്നു, തൊട്ട് പുറകെ IPS വരുന്നു. എന്നാൽ IPS വിട്ടിട്ട് ആളുകൾ RRBയിലേക്ക് പോകുന്നു. എന്നാൽ പിന്നെ ആദ്യം IPS നടത്തിയാൽ പോരെ, ഞങ്ങളെപ്പോഴും തമാശയോടുകൂടി ചോദിക്കും. ആദ്യം SBI നടത്തിയാൽ പോരെ. ഇത് കേട്ടതുപോലെയാണ് ഗവൺമെൻറ് ആ തീരുമാനം എടുത്തത്. ദിസ് കോംപ്രിഹെൻസീവ് പ്രോസസ് അവർ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനുമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് സ്റ്റാൻഡർഡൈസ് ആൻഡ് ലോജിക്കൽ സീക്വൻസ് ഫോർ അനൗൺസിങ് recruitment results across all the 3 categories of bank. Consequently, a revised framework has been established which stipulate result. ഇനി തൊട്ട് റിസൾട്ട് ആദ്യം വരുന്നത് SBI ആയിരിക്കും, രണ്ടാമത് IPS ആയിരിക്കും, അതായത് നാഷണലൈസ്ഡ് ബാങ്ക്, ദെൻ മാത്രമേ RRB വരികയുള്ളൂ. ഇതിനർത്ഥം ആദ്യം പരീക്ഷ നടക്കുന്ന SBI ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതിവിടെ പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാം IPSൻ്റെ എക്സാം നിങ്ങളിപ്പോൾ ക്ലർക്കിൻ്റെ ഡിസംബർ 2-ന് എഴുതി വെച്ചിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് വരുന്നത് മാർച്ചിലേ ഉള്ളൂ. അപ്പോൾ തൊട്ട് പുറകെ റിസൾട്ട് വരുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോയിൽ കൂടി പറയുന്നു ആദ്യം SBIയുടെ റിസൾട്ട് വരുമോ, എക്സാം വരുമെന്ന്. അങ്ങനെയല്ല, അങ്ങനെ നിർബന്ധമില്ല. അതവർക്ക് ഇഷ്ടമുള്ള പോലെ നടത്താം. പക്ഷേ നിങ്ങൾ എപ്പോൾ എക്സാം നടത്തിയാലും ആദ്യ റിസൾട്ട് വരേണ്ടത് SBIയുടെയാണ്, രണ്ടാമത് നാഷണലൈസ്ഡ് ബാങ്കാണ്, മൂന്നാമത് മാത്രമേ RRBയുടെ വരാവൂ. അത് മാത്രമാണ് ഇനി ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ദെൻ SBI ഫോളോഡ് ബൈ ND. ഇതാണ് വന്നിരിക്കുന്ന ആദ്യത്തെ മാറ്റം. അടുത്ത മാറ്റം എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യ എക്സാമല്ല റിസൾട്ട് വരുന്നത് SBI, ദെൻ നാഷണലൈസ്ഡ് ബാങ്ക്, ദെൻ RRB. എന്നാൽ അടുത്ത ഒരു മാറ്റങ്ങൾ കൂടിയുണ്ട് അതിനകത്ത്. അഡീഷണലി റിസൾട്ട് ഫോർ ഓൾ ഓഫീസർ ലെവൽ എക്സാം within these categories will be declared initially with the clerical examination result announced subsequently in the same order. അതിലേക്ക് വരുമ്പോൾ അതിനകത്ത് എപ്പോഴും ആദ്യം ഓഫീസർ ലെവൽ എക്സാം റിസൾട്ട് വരും. ആദ്യം SBI PO, ദെൻ IPS PO, ദെൻ RRB PO. അത് കഴിഞ്ഞ് SBI ക്ലർക്ക്, IPS ക്ലർക്ക്, RRB ക്ലർക്ക്. അതായിരിക്കും ഇതിലേക്ക് വരുന്നത്. ദെൻ ഇതെല്ലാം കഴിഞ്ഞ് ഇത് ആ റിസൾട്ടിൻ്റേത്. അതുകൂടാതെ ഈ പ്രാവശ്യം മുതൽ IPS പുതിയൊരു ഇനിഷ്യേറ്റീവും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്.
Furthermore, to enhance transparency, IPS will provide candidates will login-based access to their response sheet and correct answer keys. അതായത് 2026-27 എക്സാം മുതൽ നിങ്ങൾക്ക് IPS ഇത്ര ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ആൻസർ കീയും കാണും. നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കാണാനും പറ്റും. നിങ്ങൾക്ക് മാത്രം ലോഗിൻ ചെയ്താൽ നിങ്ങൾക്കത് കാണാനും പറ്റും. അത് കൂടുതൽ ട്രാൻസ്പെറൻസിയിലേക്ക് വരാം. നമ്മൾ ചെയ്തത് ശരിയാണോ, നമുക്ക് കിട്ടിയ പലപ്പോഴും കുട്ടികൾ വന്ന് കംപ്ലയിൻറ്റ് ചെയ്യാണ്, ഞാൻ കൂടുതൽ ചെയ്തു പക്ഷേ അത്രയും മാർക്ക് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. സോ അത് ഒരു വലിയൊരു സഹായമായിരിക്കും IPS. എനിക്കറിയില്ല SBIയുടെ കാര്യത്തിൽ ഇത് എന്തുമാത്രം പ്രാവർത്തികമാണ് എന്ന് എനിക്കറിയില്ല. കാരണം 2023 SBI PO 2024 SBI PO അവർ ആ വർഷം മുതൽ കൊണ്ടുവന്ന മാറ്റമാണ് മെയിൻസിന് സെപ്പറേറ്റ് കട്ട് ഓഫ് കാണിക്കുമെന്നുള്ളത്. ആ മാർക്ക് ലിസ്റ്റ് ഇതുവരെ അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് അറിയില്ല. പക്ഷേ IPS ഒക്കെ കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. RRB ആണെങ്കിലും കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. എന്നാൽ IPS തന്നെ നടത്തുന്ന SBI POയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇതുവരെയും ഫൈനൽ മാർക്ക് ലിസ്റ്റ് തോറ്റവർക്ക് വന്നിട്ടില്ല. അവർക്ക് എന്തുകൊണ്ടത് നഷ്ടമായി എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ മെയിൻസിൻ്റെ മാർക്ക് നിങ്ങൾക്ക് മെയിൻ സെലക്റ്റഡ് അല്ലെന്ന് മാത്രം റിസൾട്ട് വന്നു, മെസ്സേജ് വന്നു, അല്ലാതെ അവർക്ക് മാർക്ക് ലിസ്റ്റ് ഇതുവരെയും വന്നിട്ടില്ല. സോ ഇത് നമ്മൾക്ക് വളരെ രീതിയിൽ സന്തോഷിക്കാവുന്ന ഒരിതാണ്. ഇതാണ് അതിനകത്തെ മാറ്റങ്ങളും എല്ലാം. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞതിനെ ഞാനൊന്ന് സംഭവിച്ചോട്ടെ. റിസൾട്ട് വരുന്ന സീക്വൻസ് 2026-27 തൊട്ട കാലഘട്ടങ്ങളിൽ എപ്പോൾ പരീക്ഷ നടന്നാലും ആദ്യം വരുന്നത് SBI ആയിരിക്കും, രണ്ടാമത് റിസൾട്ട് വരുന്നത് IPS ആയിരിക്കും, മൂന്നാമത് റിസൾട്ട് വരുന്നത് RRB ആയിരിക്കും. ഇനി അതിനെ ഒന്നുകൂടെ വിശാലമാക്കി പറഞ്ഞാൽ ആദ്യം വരുന്ന POയുടെ ആയിരിക്കും. അതിനനുസരിച്ച് ആദ്യം വരുന്ന റിസൾട്ട് SBI PO, രണ്ടാമത് IPS നാഷണൽ ബാങ്കിൻ്റെ PO, മൂന്നാമത് RRB POയുടെ റിസൾട്ടായിരിക്കും വരുന്നത്. അപ്പോൾ POs എല്ലാം കഴിയുമ്പോൾ ഇതൊക്കെ ക്ലർക്കിൻ്റെ റിസൾട്ട് വരാൻ തുടങ്ങും. ഇതും ആളുകളെ ഹെൽപ്പ് ചെയ്യും. കാരണം കുട്ടികളുടെ ആ കൺഫ്യൂഷൻ മാറി കിട്ടും. POയ്ക്ക് പോകേണ്ടവർക്ക് പോകാം. കാരണം മറ്റേത് അവർക്ക് ക്ലർക്ക് കിട്ടി POയ്ക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഇതായിരുന്നു. ആ കൺഫ്യൂഷൻ മാറി കിട്ടും. നാലാമത് ആര് വരും? SBI ക്ലർക്ക് വരും. അപ്പോൾ കുറേ പേര് SBI ക്ലർക്കിന് കിട്ടേണ്ടവർ മേടിക്കേണ്ടവരെല്ലാം അത് മേടിച്ചോളും. പിന്നെ ഒരു IPS ഉണ്ടെങ്കിൽ അവർ അതിലേക്ക് ചാടില്ല. SBI ആരും IPSലേക്ക് പോയില്ല. അപ്പോൾ IPS വേണ്ടവരെല്ലാം അവർക്ക് എടുക്കാം, റിസർവ് ലിസ്റ്റുള്ളവരെ എടുക്കാം. മൂന്നാമത് RRB ക്ലർക്ക്. ഇതിലെല്ലാം കഴിഞ്ഞ് ശേഷിക്കുന്നവർക്ക് RRB ക്ലർക്ക് ധൈര്യമായിട്ട് എടുക്കാം. കാരണം അവർക്ക് വേറൊന്നും കിട്ടി കാണത്തില്ല. അപ്പോൾ അങ്ങനെയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതാണ് മൊത്തത്തിലുള്ള സീക്വൻസ്. ഇത് കുട്ടികൾക്ക് വളരെ സീനിയറായിട്ടുള്ള കുട്ടികൾക്കറിയാം അവർക്കത് എന്തുമാത്രം തൊന്തരവായിരുന്നു എന്ന്. പുതിയതായിട്ട് കുട്ടികൾക്ക് അതൊരു നല്ല അനുഭവം ആയിക്കോട്ടെ. ഇതാണ് മൊത്തത്തിലുള്ള ഈ ആശ്വാസകരമായ ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ മൊത്തം ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ കണ്ടു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ചടുലമായ നീക്കത്തിൽ കൂടി അവർ ചിലരെ നിലയ്ക്ക് നിർത്താനുള്ള ഇതായിക്കോട്ടെ, കുട്ടികൾക്ക് ആശ്വാസം പകരുന്ന ഒരു നീക്കവുമായിട്ടാണ് ഗവൺമെൻറ് വന്നിരിക്കുന്നതിൽ വളരെ സന്തോഷം. കാരണം അനേക കുട്ടികൾ ബാങ്ക് രംഗത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ അവർ എടുക്കുന്ന തെറ്റായ ഡിസിഷനിൽ തെറ്റായ ബാങ്കുകളിൽ എത്തപ്പെടുന്നു. അവർക്ക് ഇഷ്ടമല്ലാത്ത ബാങ്കുകളിൽ എത്തപ്പെടുന്നു. കാരണം ഒന്ന് തന്നെ ഉള്ളൂ. ഈ പ്രാവശ്യത്തെ ഉദാഹരണം തന്നെ എടുക്കാം. IPSൻ്റെ പേഴ്സണാലിറ്റി ടെസ്റ്റ് കഴിഞ്ഞ ദിവസം നടന്നു. അന്ന് തന്നെയായിരുന്നു NICL AOയുടെ ഇൻ്റർവ്യൂ. പക്ഷേ അതൊരു ഇൻഷുറൻസാണെന്ന് പറയാം. എന്നിട്ട് പോലും അവർ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യേണ്ട ആൾക്കാർക്ക് അവിടെ ഇരുന്ന് ചെയ്യാനുള്ള അനുവാദം കൊടുത്തു. അത് കാണിക്കുന്ന വിവേകം. എന്നാൽ SBI അത് ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ എല്ലാ ബാങ്കുകളും അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇവർ തന്നെ ഒരു ഐക്യമില്ലാതെ ഒരു മെയിൻസിൻ്റെ ഇടയ്ക്ക് കൊണ്ട് ഒരു പ്രിലിംസ് വെക്കുക, തലേദിവസം പ്രിലിംസ് വെക്കുക എന്നുള്ളൊരിത് കുട്ടികൾക്ക് വളരെ സമ്മർദ്ദം ഉണ്ടാക്കും. ഇനി തൊട്ട് അത് ഉണ്ടാകില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ അപ്പോഴും പറഞ്ഞിട്ടില്ല എക്സാം എന്ന് നടക്കുമെന്ന് പറഞ്ഞിട്ടില്ല, 6 എക്സാമാണ് ആദ്യം നടക്കുന്നതെന്നും ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും നമുക്ക് കൂടുതൽ ഇതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇത്രയെങ്കിലും ആശ്വാസം നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന് ആശ്വസിക്കുക. കാരണം നിങ്ങളുടെ കഠിനാധ്വാനം പാഴാകാതെ ഇരിക്കാൻ നമ്മൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ വേണം. അതിന് അവിടെ പ്രവർത്തിച്ചു എന്ന് കരുതിയാൽ മതി. പ്രവർത്തിക്കേണ്ടവരടുത്ത് ദൈവം പ്രവർത്തിച്ചു. കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ദൈവം നിങ്ങളിലേക്ക് ചൊരിഞ്ഞു തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം കഠിനാധ്വാനമാണ് നമ്മുടെ മതം. അതെപ്പോഴും ഓർത്തുകൊള്ളുക. നല്ലപോലെ അധ്വാനിക്കുന്നവരെ നിങ്ങൾക്ക് വിജയം അകലെയല്ല, വന്നുകൊണ്ടേയിരിക്കും. 2026-27 നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ കരുത്ത് നേടട്ടെ എന്ന് ആശംസിക്കുന്നു. സൈനിങ് ഓഫ് യോഗി ശരത്.